ഹായ് ഗൈസ്, നമസ്കാരം. അയ്യോ, അങ്ങനെ നമ്മളെ പിടികിട്ട പുള്ളിനെ കിട്ടിയിരിക്കുകയാണ്. പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പ്രഭിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഇടാൻ പോകും. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് യു തിങ്ക് അബൌട്ട് മൈ ഹെയർ? ഇപ്പൊന്നും പറയാറായിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ഇല്ല, ഞാൻ സാധാരണ എല്ലാവരും ഓക്കെ, ഞാൻ പറയാൻ വന്നറിയോ, ഇവിടെ ഭയങ്കര കൊതു ഉണ്ടാകുക. നാട്ടിൽ ഭയങ്കര കൊതു അറ്റാക്കിങ് ആണ്. അത് ഇത്രയും വലിയ കൊതുവൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നത് പറമ്പിലൊക്കെ ഇറങ്ങി കഴിഞ്ഞു. ഇനി ഇടിക്കരുത്, ആ കാരണം പറഞ്ഞിട്ട് എന്നെ ഇടിക്കാനുള്ളതാണ്. എന്നിട്ട് പറയാൻ വന്നേ, ഞാൻ ഇപ്പോൾ ഈ അടുത്തൊരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ട്. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞു, ഞാൻ പറയണമാണ്, അതിലിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ ഹെയർ കട്ട് ചെയ്തു. പക്ഷേ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ആക്ച്വലി വിഗ് വെച്ചിട്ട് പോയപ്പോൾ ഹസ്ബൻഡ് അടുത്ത് പോയി. എന്നിട്ട് ഭയങ്കര അപ്സെറ്റ് ആയിട്ട്, എന്ത് പണിയാ കാണിച്ചതെന്നത് വെച്ചു. സീരിയസ്ലി ഇത് ഭയങ്കര സൗണ്ടല്ല ഇങ്ങനെ എടുക്കാൻ വീഡിയോ. ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് ഇഷ്യൂ ഉണ്ടോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? പോസ് ചെയ്യണം കുറച്ച് നേരം. ഓക്കെ, ഞാൻ പോസ് ചെയ്ത് കുറച്ച് നേരം. ഓക്കെ, സൗണ്ട് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ എവിടെ നിർത്തിച്ച് എന്നിട്ട് ആ വീഡിയോയിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് തന്നെ കേൾക്കണമല്ലോ. അപ്പോൾ അത് തന്നെ കുറച്ച് നേരം പോസ് ചെയ്ത് വീഡിയോ. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അതിൽ ഹസ്ബൻഡ് ഭയങ്കര ഇങ്ങനെയൊക്കെ പറഞ്ഞു, നീ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ ഞാൻ മുടി വെട്ടിയപ്പോൾ ഞാൻ പ്രവീണിനോട് പറഞ്ഞിട്ടുണ്ടായില്ല. ഇല്ല, പറഞ്ഞ അടുത്ത് മുടി വെട്ടിന്ന് പറഞ്ഞു. വീഡിയോ കോൾ ചെയ്തപ്പോ മുടി മൊട്ടടിച്ചിരിക്കുന്നു. ഓക്കെ, വെട്ടിന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒന്നുമില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചുള്ളൂ. എനിക്ക് വിഷമം, ഒരു തെരി മുടി നിർത്തായിരുന്നു. ഒരാളെ ചോയ്സ് അല്ലേ, ഒരാളെ ചോയ്സ് ആണ്. ഇപ്പൊ ഞാൻ മുടി മൊട്ട അല്ല, അപ്പൊ നിനക്ക് അതിനെ കുറിച്ചൊരു വിഷമമില്ല? ഇല്ല, വരുന്ന സാധനമാണ്. കാരണം വെട്ടിന്ന് വെച്ചിട്ട് അതവിടെ തിരിച്ച് അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. ലിറ്ററലി ഒരു കാര്യമുണ്ട്, ഞങ്ങള് ഓൾറെഡി ഷോർട്ടാക്കിയിട്ട് ഞാൻ സ്റ്റൈല് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പാർലറിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞെന്നോട്, മാഡം ഇത് വേണ്ട, ആ സ്റ്റൈൽ ഭംഗി ഉണ്ടാവില്ല. അവരെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ, ഇല്ല നിങ്ങളത് വെട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് പറ്റില്ല. അപ്പം ഞാനിങ്ങനെ, എന്നാൽ നമ്മൾ നിങ്ങളിഷ്ടമുള്ള വെട്ടിക്കോന്ന് ഞാൻ അവരോട് പറയേണ്ട അവസ്ഥ വന്നത്. പക്ഷേ ഷോർട്ട് ഹെയർ ആർക്കും എന്തും എനിക്കറിയില്ല, അത്ര ഒരു ഇഷ്ടമല്ല തോന്നുന്നു ആർക്കും. ഞാനിങ്ങനെ ഓക്കെ, നമ്മളിഷ്ടത്തിന് ഇങ്ങനെ ഹെയർ സെറ്റാക്കിയിട്ട് കളർ ചെയ്യും. പക്ഷെ ഇതൊന്നും അല്ല ഇന്നത്തെ ടോപ്പിക്ക്. അതാണ് ഏറ്റവും വലിയ പ്രഭി ഇങ്ങനെ പറയുന്നത്. ഞാൻ ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല എന്താണ് നമ്മൾ ടോപ്പിക്ക് സംസാരിക്കാം. സാധാരണ നമ്മൾ ആദ്യത്തെ 2 വീഡിയോയിലും ടോപ്പിക്ക് ഡിസ്കസ് ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ഞാൻ റാൻഡായിട്ട് ടോപ്പിക്സ് പറയാൻ ചെയ്താൽ. പിന്നെ 3rd വീഡിയോയിൽ ഞാൻ അൺബോക്സിങ് ആയിരുന്നു. 4th വീഡിയോയിൽ അങ്ങനെ ഞാൻ പറഞ്ഞ് ഇന്ന് ടോപ്പിക് ഉണ്ട്, ഞാനിങ്ങനെ ഹൗ ടു സെലക്ട് എ കാര്യം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്തു. ഇന്ന് ഞാൻ പ്രഭിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഇടാൻ പോവാണ്. അപ്പം ഞാനതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രഭിക്കത് അറിയില്ല ക്വസ്റ്റ്യൻ. ഓക്കെ, വൈ യു ആർ ഒബ്സസ്ഡ് വിത്ത് യുവർ ലാപ്ടോപ്പ്? എന്നെ ക്വസ്റ്റ്യൻ അതായത് ഞാൻ പ്രവീണോട് പോയി ടെക് റിലേറ്റഡ് ഒരു ഇത് പറയാണ്, ചേട്ടാ എനിക്കൊരു ലാപ്പ് വേണം. ഞാൻ ഇന്ന് വന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രഭി MSIയുടെ തന്നെ കോതു MSIയുടെ നല്ല അടിപൊളി ലാപ്പ് ഉണ്ട്. MSIയുടെ I'm asking you, did the Lenovo or Dell kill you, or did they hurt your feelings, or what? You're obsessed with MSI. So I wanted to know what is the qualities do you watch in MSI? എൻ്റെ ലെനോവോ ഉണ്ടായിരുന്നു. കറന്റ് ഞാൻ ഉപയോഗിക്കുന്നത് HP ആണ്. പിന്നെ എൻ്റെ MSI ഉണ്ട്. ഇത് MSI ഇതല്ല, MSIയുടെ പ്രസ്റ്റീജ് വെർഷൻ. സോ എൻ്റെ ലെനോവോ അധികം അത് പ്ലാസ്റ്റിക് ഒക്കെ ഭയങ്കര ലോക്കലാണ്. ലൈക്ക് അത് Z വെർഷൻ, ലെനോവോ Z510 ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് അറിയില്ല. ആ ലാപ്പിന് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലാസ്റ്റിക് പീസൊക്കെ പൊട്ടി പോകേണ്ട ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു സിൽവർ അല്ല, ഞാൻ പറയുക എൻ്റെ കോളേജിൽ ഞാൻ HP ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മള് ഹിഞ്ച് ഒടിയ അങ്ങനെ എന്തോ അത് പറയാം. HP അത് വേറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ Z510 ഇഷ്യൂസ് വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കേബിള് ക്വാളിറ്റി ഭയങ്കര കുറവാണ്. അത് പൊട്ടി, ദ്രവിച്ചിട്ട് പൊട്ടി. പിന്നെ ഹിഞ്ച് പൊട്ടി, പിന്നെ പാനൽസ് കേബിൾസൊക്കെ കട്ടായി. മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ചാർജർ ടു ബാറ്ററി കണക്ഷൻ ഉണ്ടായിരുന്നു, അത് പൊട്ടി. അങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്.
പിന്നെ HP ആ നേരത്ത് 15TX സീരീസ് ഉണ്ടായിരുന്നു. 15T അത് ഫ്രണ്ട്സിൻ്റെ കുറേ പേരായിരുന്നു. ഒരു 4-6 ലാപ്പ് ഉണ്ടായിരുന്നു സെയിം സീരീസ്. ആ സെയിം സീരീസ് എല്ലാത്തിനും ഒരേ കംപ്ലൈൻറ്റ്, ഹിഞ്ച് പൊട്ടി. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ HP ലാപ്പ് ഉപയോഗിച്ചപ്പോൾ അത് അത്യാവശ്യം കൊല്ലം നിന്നു. നമ്മളിപ്പോൾ 4 കൊല്ലം കോളേജ് പ്ലസ് അത് കഴിഞ്ഞിട്ട് M.Tech ചെയ്ത്, അപ്പോൾ അത്രയും ഒരു ടൈം സ്പാൻ ഉണ്ട്. അപ്പോൾ പക്ഷേ ഈ ലാപ്ടോപ്സ് നമ്മൾ സെക്കൻഡ് ഇയർ എടുത്തു, 4th ഇയർ ആകുമ്പോഴേക്കും HP എല്ലാത്തിൻ്റെ ഹിഞ്ച് ഒടിഞ്ഞിരുന്നു. ഹിഞ്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡിയുടെ ക്വാളിറ്റി മാത്രമാണോ MSI ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത്? അല്ല, പിന്നെ കമ്പോണന്റ് ഇപ്പോൾ സേവർ ആണെങ്കിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് HP ഞാൻ ഉപയോഗിക്കുമ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്സ് 2013. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാണ്, പ്രേബി ഗെയിം ഡെവലപ്പറാണ്, സീനിയർ ഗെയിം ഡെവലപ്പറാണ്. അത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനെ കൊടുത്തിട്ടുണ്ടായില്ല. ഓക്കെ, സോ അന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് അപ്പോൾ ഈ കുറേ ലാപ്ടോപ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ഇഷ്യൂസാണ്. ലൈക്ക് നമ്മുടെ ലാപ്പ് ഉപയോഗിക്കുമ്പോൾ ഒക്കെ കമ്പോണൻസ് സ്പെക് വൈസ് ആണ് എല്ലാം ഓക്കെ, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻസും ഒപ്പം തന്നെ ബോഡിക്ക് ഒരു ബിൽഡിങ് ഇഷ്യൂസാണ്. ഇപ്പോൾ സോ ഞാൻ ഉപയോഗിക്കുന്നത് HP Victus ആണ്. അതിൻ്റെ ഹിഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഫാൻ ഇട്ടിട്ട് സ്ക്രീൻ വെച്ചാൽ സ്ക്രീൻ കിടന്ന് ഇങ്ങനെ ആടിക്കളിക്കും, വെറുതെ ഇങ്ങനെ കിടന്നിങ്ങനെ ഓബിൾ ചെയ്യും ഭയങ്കരമായിട്ട്. എൻ്റെ കറണ്ട് ലാപ്പ്. പിന്നെ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് ഒരു ഇഷ്യൂ ആണ് ആക്ച്വലി, അങ്ങനെ ആടാൻ പറ്റില്ല. പക്ഷേ MSI പ്രസ്റ്റീജ് ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചു. അതിൻ്റെ കമ്പോണൻസ് എല്ലാം ലേറ്റസ്റ്റ് സ്പെക്കായിരുന്നു. ലൈക്ക് MSI പ്രസ്റ്റീജ് EVO എഡിഷൻ അറൗണ്ട് 70. ഞാൻ ചോദിക്കട്ടെ, ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ ലാപ്പ് വാങ്ങുമ്പോൾ, ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയാ വെച്ചാൽ എല്ലാ ഓഡിയൻസിനും കോമൺ ആയിട്ട്, അതായത് സാധാരണ ഒരാൾക്ക് ഇപ്പം എൻ്റെ അമ്മ കാണുകയാണെങ്കിലും അവർക്ക് മനസ്സിലാവണം. അതിപ്പോൾ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ തീരെ അറിയില്ല അവർക്ക്. ഇപ്പം ഞാനിപ്പോൾ കോളേജിൽ ചേരാൻ പോവാണ്, അപ്പം ഞാൻ എന്ത് ലാപ്പ് എടുക്കാം, അങ്ങനെ ഒരു കോമൺ യൂസിലാണ് നമുക്ക് എല്ലാവരും ചോദിക്കാറ്. അപ്പം സാധാരണ ബേസിക്സ് ഒരാൾക്ക് പറയാം. സോ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ 2 ടൈപ്പ് അല്ലെങ്കിൽ 3 ടൈപ്പ് എന്നാണ് പറയാം. ഫസ്റ്റ് ഒരു ഓഫീസ് ടൈപ്പ് ലാപ്ടോപ്പ്, ലൈക്ക് അതിലങ്ങനെ ഗെയിമിങ്ങിന് ഇതുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ബാറ്ററി രീതിയിൽ സ്പെസിഫിക് രീതിയിൽ നിൽക്കണം, ആ രീതിയിൽ. രണ്ടാമത്തേത് നമ്മുടെ ഗെയിമിംഗ് ലാപ്ടോപ്സ് യൂഷ്വലി പ്രൊഡക്ടിവിറ്റി വർക്കിനൊക്കെ വേണ്ടിയിട്ട് ലൈക്ക് ഹൈ പെർഫോമൻസ് ആയിരിക്കും. ബാറ്ററിക്ക് പക്ഷേ ഇഷ്യൂസ് ഉണ്ടാവും, ലൈക്ക് ബാറ്ററി നിൽക്കില്ല, അധികം ഉണ്ടാവില്ല. കാരണം പെർഫോമൻസ് ലാപ്ടോപ്പ് ഏതായാലും ഗ്രാഫ് അങ്ങനെയാണ്, പെർഫോമൻസ് കൂടുന്തോറും ബാറ്ററി നിൽക്കില്ല. മാക്ക് പോലെയല്ല, മാക്കിന് എങ്ങനെ വെച്ചാൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ പക്ഷേ ബാറ്ററി നിൽക്കും. കാരണം അത് യൂസ് ചെയ്യേണ്ടത് SoC ആണ്. അതിൽ മാക്ക് M1 ചിപ്സാണ്, M1 M2 M4 ചിപ്സ് യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇപ്പോൾ കറൻ്റ് ഇപ്പോൾ അങ്ങനത്തെ ലാപ്പ് വരുന്നത് മെയിനായിട്ട് സ്നാപ്ഡ്രാഗൺ ലാപ്ടോപ്സാണ്. അത് നിൽക്കും, ബാറ്ററി നിൽക്കും, പെർഫോമൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ലൈക്ക് അതിൻ്റെ സപ്പോർട്ട് അതിനുപയോഗിക്കുന്ന സപ്പോർട്ട് ഭയങ്കര കുറവാണ് സോഫ്റ്റ്വെയർസിൽ. സോ അത് വരുന്നുണ്ട്. സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ അതാണ് ഓഫീസ് ലാപ്ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത ലാപ്ടോപ്സാണ് കൂടുതലും എല്ലാവരും സ്പെസിഫിക്. കാരണം അതിന് വെയിറ്റ് കുറയ്ക്കും, ലൈക്ക് ഒരു 1 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് എപ്പോഴും ആവശ്യമില്ല നമുക്കിപ്പോൾ. സാധാരണ ഒരു ഇപ്പോൾ ഒരു പ്രോഗ്രാമറിനൊന്നും ഗ്രാഫിക്സ് കാർഡ് യൂസ് വരുന്നില്ല, കാരണം കോഡ് റൺ ചെയ്യാൻ പ്രൊസസ്സർ മതി. പക്ഷേ ഒരു ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗെയിമർ അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടി വരും നമ്മുടെ ഒരു ഗ്രാഫിക്സ് കാർഡ്, ഹൈ പെർഫോമൻസ് ഗ്രാഫിക്സ് കാർഡ് വേണ്ടി വരും. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഞാനൊരു പ്രൊജക്ട് ചെയ്യണം, ഞാൻ കോളേജ് സ്റ്റുഡൻ്റ്, അപ്പോൾ എനിക്ക് പറ്റിയൊരു ലാപ്ടോപ്പ് സജസ്റ്റ്. അപ്പോൾ ഒരു ഓഫീസ് ലാപ്പ് മതി, ലൈക്ക് പക്ഷെ നമ്മുടെ പ്രൊജക്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഈ സിവിൽ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓട്ടോകാഡിലൊക്കെ ചെയ്യേണ്ടി വരും, അന്നേരം ഗ്രാഫിക്സ് കാർഡ് വേണ്ടി വരും. ഇപ്പോൾ സിവിൽ ഈ ഓട്ടോകാഡ് ഒക്കെ യൂസ് ചെയ്യണ ആൾക്കാർക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത സിസ്റ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ കയ്യിലൊരു ഞാൻ പറഞ്ഞില്ല, എൻ്റെ HP i3 ആയിരുന്നു അത്. പക്ഷെ എത്ര നാളെ പോയത്, കുറേ നാൾ. ഞാൻ അത്യാവശ്യം പ്രൊജക്റ്റുകൾ അതിൽ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ജസ്റ്റ് പ്രൊസസ്സർ മതി, വേറെ ഒന്നും വേണ്ട അതിന്. പക്ഷേ ഈ ഹൈ ഇൻറ്റൻസ് ഗ്രാഫിക്സിനൊക്കെ വേണ്ടിയിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേലെ വന്നത് അങ്ങനെ കിളികളെ സൗണ്ടൊക്കെ നല്ല ഇതിൽ കേൾക്കാം, മിണ്ടാണ്ടിരിക്കും. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ യൂസ് അനുസരിച്ച് നമ്മുടെ ലാപ്ടോപ്പും സെലക്ട് ചെയ്യേണ്ട, വേറെ ഇതൊന്നുമില്ല. പിന്നെ MSI ഞാൻ ഒബ്സസ് ആകാൻ കാരണം വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയാണ്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എടുത്തിട്ടുണ്ട്, എടുത്താരെതിരായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഇപ്പം ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവും, ലൈക്ക് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ലാപ്പ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. അപ്പോൾ MSIക്ക് ഇപ്പോൾ ഞാനിവിടെ ഐഷു യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കസിൻ്റെ ഉണ്ട്, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്സ് ഉണ്ട്, സൈബോർഗ് മൂസി പല സീരീസുകൾ. അവരുടെ ഒന്നും ഇതിലായിട്ടും ഒരു കംപ്ലൈൻറ്റിലേക്ക് നിൽക്കുന്നുണ്ട്, നന്നായിട്ട് വേറെ ഇഷ്യൂസൊന്നും ഇല്ല. ഞാൻ പക്ഷെ ഇതിൽ യൂസ് കുറവാണ്, പ്രോജക്ട്സ് ഒക്കെ റൺ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്തില്ല. മറ്റേ നമ്മൾ കോളേജിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ കയ്യിലെപ്പോഴും ഉണ്ടാവും ലാപ്പ്, സാധാരണ ഓഫീസ് ലാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ
ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇപ്പം ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വരുമ്പോൾ എൻ്റെ വാങ്ങിയതിന് ഇപ്പം അധികം എത്ര 50s എത്ര 40s ഒക്കെ ഉള്ളു. ഞാൻ പറയുകയാണെങ്കിൽ ഒരു കോമൺ യൂസ്, സാധാ യൂസ്, അങ്ങനത്തെ കോളേജ് അത്രയൊക്കെ എടുത്താൽ മതി എന്ന് തോന്നുന്നു. ചിലൊരു പറ്റിക്കൽസ് ഉണ്ട്. പാരൻസിനോട് പോയിട്ട് അമ്മേ എനിക്കൊരു ലാപ്പ് വേണം, 1 ലക്ഷം അയക്കൂ, 2 ലക്ഷം അയക്കുക. യൂസിനനുസരിച്ച് ഇപ്പോൾ പാരൻസിനെ പറ്റിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ നമ്മളെന്താ പറയുക, യൂസിനനുസരിച്ചിട്ട് ലാപ്പ് എടുക്കും. അപ്പം നിങ്ങൾക്ക് അത്രയും നല്ല പ്രൊജക്ട്സ് റൺ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഹെവി ലോഡ് ഉണ്ട് ലാപ്പിനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ മെൻഷൻ ദ യൂസ് ആൻഡ് യു ക്യാൻ ടേക്ക് ദ. അപ്പോൾ എന്തുകൊണ്ടാണ് ലാപ്പിന് ഇത്രയും റേറ്റ് ഉള്ള ലാപ്പൊക്കെ വരുന്നത്? പ്രോസസ്സറും ഗ്രാഫിക്സും. പക്ഷേ ഇപ്പോൾ പുതിയൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഗ്രാഫിക്സ് കാർഡിനും റാമിനും ചിപ്പ് ഷോർട്ടേജ് വരുന്നുണ്ട് അടുത്ത് നെക്സ്റ്റ് റൗണ്ട്. പണ്ട് നമുക്ക് ഗ്രാഫിക്സ് കാർഡിന് ഷോർട്ടേജ് ഒന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ റാമിനും. അതായത് ഇപ്പോൾ AI ബൂം പ്രമാണിച്ച് ഓപ്പൺ AI ഒക്കെ ഭയങ്കരമായിട്ട് റാം മേടിച്ച് കൂട്ടി. അപ്പോൾ ഇപ്പോൾ കൺസ്യൂമേഴ്സിന് റാം ഇല്ല. ഇപ്പോൾ ആവശ്യം കാരണം മൊബൈൽ ഫോൺ യെസ് നല്ല രീതിയിൽ ഇപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ ഈയിടെ തൻ്റെ ഫ്രണ്ട് പറഞ്ഞ അവൻ ഡെസ്ക്ടോപ്പ് സെൻസിറ്റീവ് അല്ല, ലൈക്ക് ഇതിപ്പോൾ ഒരു ഇതാണ്, കോമൺ ഇഷ്യൂ ആണ് എല്ലായിടത്തും. അങ്ങനല്ല, അത് വരുന്നുള്ളൂ, ഇന്ത്യയിൽ അറിഞ്ഞു പറഞ്ഞിട്ടുള്ളൂ. കാരണം അതെ ഇപ്പം എല്ലാവരും സംസാരിച്ച് തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ കൂട്ടുകാരൻ ഒരു റാം മേടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. 6000 രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിന്. അത് കാട്ടിലെ ആഡ് ചെയ്ത് വെയിറ്റ് ചെയ്തു. ഇപ്പം അതിന് 12,000 രൂപയാണ് കാണിക്കുന്നത്. അതായത് അപ്പോൾ പ്രഭു പറയണത് അതുകൊണ്ടാണ് ആ ഇഷ്യൂ കൊണ്ടാണ്. അതായത് ഈ ഒരു ഇഷ്യൂ കാരണം റാംസ് ഷോർട്ടേജ് അല്ല, നമ്മ കൺസ്യൂമർ ആയാലും അല്ല, നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ ജെമിനി ആയാലും അല്ലെങ്കിൽ ഗ്രോക്ക് അല്ലെങ്കിൽ ചാറ്റ് GPT. അപ്പോൾ ഇതിനു വേണ്ടി ഇത് വേണം, പവർ, മറ്റേ ലൈക്ക് സെർവേഴ്സ് വേണം. അപ്പോൾ അതിന് വേണ്ട റാമിന് ഇതിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഇഷ്യൂസ് കാരണം ഇപ്പോൾ റാം ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ട്. സോ അത് കാരണം ഇപ്പോൾ ലാപ്പിന് എല്ലാത്തിനും വില കൂടും, മൊബൈൽ ഫോൺസിന് വില കൂടും, എല്ലാത്തിനും വില കൂടും. ഇവൻ വന്നപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ മറ്റേ കാണണമെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇല്ല, ഞാൻ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ അപ്പം ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇപ്പം ഞാൻ പറയുമ്പോൾ സാധാരണ ഓഫ് കോഴ്സ് നല്ല കളറൊക്കെ എടുക്കും. പിന്നെ അതുപോലെ തന്നെ ബേസിക്കായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ കളർ മാത്രം നോക്കാണ്ട് ചിലൊരു സൈസ് നമ്മളെ കൊണ്ടടക്കാൻ പറ്റിയതാണോ അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ പ്രഭിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്പ് അല്ലാണ്ട് മറ്റേ ഡെസ്ക്ടോപ്പൊക്കെ അതിലും വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വാട്ട് ഡു യു പ്രിഫർ, ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ്? അതിപ്പോൾ ഡിപ്പെൻസ്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം, നമുക്ക് വേറെ എവിടെയും പോകണില്ല, ഡെസ്ക്ടോപ്പ് ഒബ്വിയസ്ലി. കാരണം ഹൈ പെർഫോമൻസ് ആണ്, ലാപ്പിനേക്കാളും മച്ച് മോർ പെർഫോമൻസ് കിട്ടും സെയിം സ്പെക്ക് തന്നെ, സെയിം റേറ്റിന്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഫുൾ ടൈം ട്രാവലിംഗ് ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുക. കാരണം ഹൈ പെർഫോമൻസ് ലാപ്ടോപ്പിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ആ സെയിം പ്രൈസിന് അവിടെ നല്ലൊരു ഡെസ്ക്ടോപ്പ് നല്ല രീതിയിൽ അതിനേക്കാൾ മച്ച് ബെറ്റർ ഡെസ്ക്ടോപ്പ് നമുക്ക് അവിടെ കിട്ടും. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു വേറെ സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യാം. ഡെസ്ക്ടോപ്പ് പണികളൊക്കെ പ്രഭിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഡെസ്ക്ടോപ്പ് ബിൽഡ് ചെയ്യല്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് നമുക്ക് അതിനെക്കാട്ടും കൂടുതൽ കസ്റ്റം ചെയ്യാൻ പറ്റും നമുക്ക് ഡെസ്ക്ടോപ്പ്. അത് ഒക്കെ യൂസിനനുസരിച്ചിട്ടാണ് അല്ലേ? അതെ, എനിക്കതാണ് മനസ്സിലായത്. നമുക്ക് വേണ്ട റാം അല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒക്കെ ഡിസൈഡ്. എല്ലാവർക്കും അറിയില്ല പ്രഭി, ചിലവർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. യുനോ ഐ വിൽ മെൻഷൻ ഹു ഹാവ് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡെസ്ക്ടോപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഹീ ഈസ് ടെല്ലിങ് ഡെസ്ക്ടോപ്പ് ഹീ ലൈക്സ് മോർ, ബട്ട് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുനടക്കാനും കാര്യങ്ങളും അങ്ങനത്തേനൊക്കെ ലാപ്പിലും കസ്റ്റമൈസേഷൻസ് ഉണ്ട്, പക്ഷേ അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ആയിരിക്കും. അത്രേ ഉള്ളൂ. വലിയ വീഡിയോ ഇല്ല, ഫോട്ടോ. ഓക്കെ, സോ ടുഡേസ് ടോപ്പിക് ദിസ് ഇറ്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഇനിയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. അതായത് ഇപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം, ഇത് ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് തുടങ്ങി എന്നുള്ള വീഡിയോ ഇങ്ങനെ. പക്ഷേ എൻ്റെ ടോപ്പിക് മെയിനായിട്ട് ഇതായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ താല്പര്യം. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ ബൈ.